സ്വഭാവം അറിയാൻ പാടാത്തോ इसको दिखा दो पावर നമ്മളിനി ജഡ്ജിയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഞാനിട്ട വകുപ്പ് വെച്ചിട്ട് നിനക്ക് എന്തായാലും ജാമ്യം കിട്ടത്തില്ല. അതുകൊണ്ട് എനിക്കിട്ടൊന്ന് പണിതേക്കാന്ന് കരുതി നീ ജഡ്ജി എടുത്ത് വല്ലതും പറഞ്ഞ കോടതി പറയുന്ന ഏത് ജാമ്യാവസ്ഥയും പാലിച്ചോളാം സർ. വക്കീലെ 326 ആണ്. പ്രോസിക്യൂഷന് വാദം കേൾക്കാതെ ജാമ്യം അനുവദിക്കാൻ സാധിക്കില്ല. For the reasons stated in the remand report, the accused is remanded to judicial custody for 15 days. സാംസോ, നിനക്കിതിന് എന്ത് മനസ്സിലായി? ഒരു പോലീസുകാരൻ നെഞ്ചും വിരിച്ച് വട്ടം കയറി നിന്നാ തീരാവുന്നതേ ഉള്ളൂ നിന്റെ ബന്ധങ്ങൾ. ഇൻസ്പെക്ടർ, ഒരാളെ തല്ലി ചതയ്ക്കാൻ വാട്ട് റൈറ്റ് ഡു യു ഹാവ്? നിങ്ങൾക്കെതിരെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഞങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശം, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് മുറവിളി കൂട്ടുന്നത്? ഞാൻ തല്ലിയെന്ന് പറഞ്ഞ് സമരത്തിന് മുമ്പിൽ നിൽക്കുന്നവൻ ഒരു ബോൺ ക്രിമിനലാണ്. നിങ്ങൾക്ക് അവൻ്റെ ഹിസ്റ്ററി വല്ലതും അറിയാവോ? ക്രിമിനൽ എന്ന് പറയുന്നത് പോലീസ് ഭാഷയാണ് സർ. ആഫ്റ്റർ ഓൾ ഹി ഈസ് എ ഹ്യൂമൻ ബീയിങ്. യു ഡു നോട്ട് ഹാവ് എനി റൈറ്റ് ടു ഹറാസ് ഹിം. പോലീസ് സ്റ്റേഷൻ വരുന്നവരോടും പ്രതികളോടും മാന്യമായിട്ട് ബിഹേവ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് DGPയുടെ സർക്കുലർ ഉള്ളതല്ലേ? ഒന്നാലോചിക്കുമ്പോൾ മാഡം പറഞ്ഞ് വളരെ ശരിയാണ്. ഉദാഹരണത്തിന് ഇതാരാണ് മാഡത്തിൻ്റെ? മൈ ഹസ്ബൻഡ്. ഓ, മാഡത്തിൻ്റെ ഭർത്താവും മാഡം കൂടി വൈകുന്നേരം നടക്കാൻ ഇറങ്ങുമ്പോൾ ഒരു അലവലാതി വന്ന് മാഡത്തിൻ്റെ നിതംബത്തിൽ കരുതലം അമർത്തി എന്ന് വിചാരിക്കുക. വാട്ട് എന്ന് വെച്ചാൽ ചന്തിക്ക് പിടിച്ചു എന്ന് വിചാരിക്കുക. അപ്പം ഇരിക്കും. ആ, പറഞ്ഞു തരട്ടെ. അപ്പോൾ കണ്ടു നിൽക്കുന്ന മാഡത്തിൻ്റെ ഭർത്താവ് ചോദിക്കാൻ ചെല്ലും. പുള്ളി ചോദിക്കാൻ ചെല്ലും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ മൂക്കിന് താഴെ മീശോളൻ എന്തായാലും ചോദിക്കാൻ ചെല്ലും. അപ്പോൾ അലവലാതി ചോദിക്കാൻ ചെന്നതേ നിങ്ങളുടെ ഭർത്താവിനോട്ട് കൊടുത്തിട്ടുണ്ടെന്ന്. പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ ഞാൻ ഈ അലവലാതിയോട് ചോദിക്കുകയാണ്, അല്ലയോ മഹാനുഭാവ, താങ്കൾ അന്യപുരുഷന്റെ പത്നിയായ ഈ മഹതിയുടെ നിതംബത്തിൽ കരുതലം അമർത്തിയത് അങ്ങേയറ്റം മ്ലേച്ഛമായ പ്രവൃത്തിയല്ലേ? ഞാൻ താങ്കൾക്കെതിരെ നിയമ നടപടി എടുക്കുന്നതിൽ വിരോധമില്ല എന്ന് കരുതട്ടെ. ഇനിമേൽ താങ്കൾ ഇത്തരത്തിലുള്ള കുൽസിത പ്രവൃത്തിയിൽ ഏർപ്പെടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് സമാധാനത്തോടെ വിട്ടാൽ മതിയോ? അല്ല, മാഡത്തിന് അത് മതിയായിരിക്കും. പക്ഷെ സാധാരണക്കാരൻ ഇവനിട്ട് 2 ഇടി കിട്ടണമെന്ന് ആഗ്രഹിക്കും. ഇമാതിരി ടീമിന് എൻ്റെ കൈ കിട്ടിയ ഞാൻ അടിക്കും, നല്ല ഇടിയിടിക്കും. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഞാനേ പള്ളിയിലച്ഛനല്ല, പോലീസുകാരനാണ്. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ പോലീസ് ഉള്ളതുകൊണ്ടും പോലീസിനെ കൈ കെട്ടി നല്ല ഇടി കിട്ടുന്നുള്ള പേടിയുള്ളതുകൊണ്ടാണ് നിങ്ങളൊക്കെ രാത്രി കിടന്നുറങ്ങി ഇവന്മാരെ വാതിലും കുത്തി തുറന്ന് ബലാത്സംഗം ചെയ്ത് കൊള്ളടിച്ച് പോകാത്തത്.
ആരാണ് ബേബി? ഞാനാണ് സാർ ബേബി. ഇത് എൻ്റെ പേര് മേരി എന്നാണ് സാറേ. ഇവക്ക് പോലീസ് സ്റ്റേഷനിൽ വരാൻ പേടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവക്ക് കൂട്ടുവന്നതാണ്. മേരിക്ക് പേടിയില്ല. എനിക്ക് പേടിയുണ്ട് സാറേ. ചെറുപ്പം മുതലേ എനിക്ക് പോലീസുകാരെയും പോലീസ് സ്റ്റേഷനെയും പേടിയാണ്. പിന്നെ ഇവളുള്ള ധൈര്യത്തിൽ ഞാൻ വന്നതാണ്. അതെ, നിങ്ങളിങ്ങനെ പോലീസ് സ്റ്റേഷനും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞങ്ങളിവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഈ പ്രശ്നം? എന്താണ്? കനകാംബരൻ അല്ലേ? കനകാംബരൻ ഞങ്ങൾ അയലന്തരത്ത് തന്നാണ് സാറേ. അവൻ രാവിലെ എൻ്റെ ഭർത്താവും മക്കളും വയ്ക്കാൻ പപ്പ കുളിക്കണം. കുളിക്കുന്നത് തെറ്റല്ലല്ലോ. കുളിക്കൊണ്ട് കുഴപ്പമില്ല സാറേ. വെയിൽ കിട്ടിയിട്ടില്ല, അത് കെട്ടൂല. കുളിമുറി കെട്ടാൻ പറഞ്ഞാൽ അത് കെട്ടൂല. അവൻ ഞങ്ങളുടെ വീടിൻ്റെ മറ്റേ വന്നത് കുളിക്കണം. എല്ലാം കാണിച്ചുകൊണ്ടാണ് അവൻ കുളിക്കുന്നത് സാറേ. അപ്പോൾ പിന്നെ അങ്ങോട്ട് നോക്കണ്ടിരുന്നാ പോരെ? നോക്കാതിരുന്ന ശൂശൊന്ന് വിളിക്കുമല്ലോ. അപ്പോൾ ഇവൻ്റെ വീട്ടിൽ ആരുമില്ല? ഈ ഭാര്യ പിള്ളേർ അങ്ങനെ ആരും? അവൻ എല്ലാവരും ഇങ്ങനെ കാണിച്ച് അവൻ്റെ ഭാര്യ ഇട്ടേച്ചും പോയി കളഞ്ഞു. ഇവനെന്താ വല്ല വട്ടുണ്ടോ? ഇവനെ എങ്ങനെയാണ് കാണാൻ? എങ്ങനെയാണ് കാണാൻ? പൊക്കം കുറഞ്ഞ് കറുത്തിട്ടൊരു മാക്കാച്ചിനെ പോലെ ഇരിക്കണവനല്ലേ കാണാൻ. കാണാൻ കൊള്ളായിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലേ? അതെ, ഇവനിപ്പോ എവിടെ ഉണ്ട്? അവൻ വീട്ടിലുണ്ട് സാറേ. ഞാൻ പോരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഇവനെ പൊക്കാനുള്ള പരിപാടി ഇനി ഇമ്മീഡിയറ്റ് ആക്ഷൻ ആയിരിക്കണം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക കേട്ടോ. എൻ്റെ സ്റ്റേഷൻ അതിർത്തിയിൽ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു അക്രമവും ഞാൻ വെച്ച് ഉറപ്പിക്കുന്നത്. സാറേ നല്ല ഇടിയും കൊടുക്കണേ. ഞാൻ ഏറ്റു. സാറിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇല്ല, കേട്ടിട്ടില്ല. ശരി എന്നാ ഞാൻ വിളിപ്പിക്കാം കേട്ടോ. അവൻ്റെ കുളിയൊക്കെ നമുക്ക് നിർത്താം. സാറിൻ്റെ പേര് മിനി എന്നാണ്. പെണ്ണുങ്ങളുടെ പേരാണ്. നിങ്ങൾ കണ്ടെടുത്ത M01 കഞ്ചാവാണെന്ന് എങ്ങനെ മനസ്സിലായി? എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലായി. മിസ്റ്റർ ജിമ്മി, യു മൈറ്റ് റിമെമ്പർ മേരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അതിൽ ഡിവിഷൻ ബെഞ്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതല്ലേ, ഒരു എക്സ്പീരിയൻസ്ഡ് നാർക്കോട്ടിക് ഓഫീസർ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ട്രീറ്റഡ് ആസ് എൻ എക്സ്പെർട്ട് ഒപ്പീനിയൻ. നിങ്ങൾ പ്രതികളെ മർദ്ദിക്കാറുണ്ടെന്നും സൽസ്വഭാവിയും മാന്യനും നിരപരാധിയും സത്യസന്ധനുമായ എന്റെ കക്ഷിയെ മർദ്ദിച്ചാണ് കുറ്റം സമ്മതിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ശരിയല്ലേ? ഞാൻ പ്രതികളെ മർദ്ദിക്കാറില്ല. ഹലോ, ഞാൻ ആറ്റിക്കൽ DYSP ഷാജഹാൻ. നമസ്കാരം സാർ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എൻ്റെ പേര് ബിജു പൗലോസ് ആണ് സാർ. സാറേ, ഞാൻ ഇവിടെ മാവേലിക്കര സാറിൻ്റെ കീഴിൽ പ്രൊബേഷൻ നിന്നിട്ടുണ്ട്. നീ ആയിരുന്നോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നന്നായി പോകുന്നു സാർ. അവിടെ ഇപ്പോൾ ആരാണ് CA? മനോജ് മാത്യു ആണ് സാർ. ആണോ? എനിക്ക് അത്രയ്ക്ക് പരിചയമില്ല. പിന്നെ ഞാൻ നിന്നെ വിളിച്ചത് ഇവിടെ ഒരു 14 കേസിൽ പ്രതിയായിട്ടുള്ള ഒരു ക്രിമിനൽ കരാട്ടെ രാജേഷ് ജാമ്യം എടുത്ത് അബ്സ്കോണ്ടിംഗ് ആണ്. ആറ്റിക്കൽ മേഴ്സി കൊലക്കേസിലും മൊട്ടമൂട് രാജൻ കൊലക്കേസിലും ഒക്കെ പ്രതിയാണ്. സ്നാച്ചിങ്ങും കൊട്ടേഷനും ഒക്കെ ഉണ്ട് അവന് നിന്റെ സ്റ്റേഷൻ ലിമിറ്റിൽ വന്നു പോയെന്നൊരു ഇൻഫർമേഷൻ കിട്ടി. അവനെ നമുക്ക് നേടിക്കണം. പിന്നെ അവനാളെ ഡേഞ്ചറസ് ആണ്. കോടതി വളർത്തിയ ഒരു പോലീസുകാരനെ കുത്തിയ കേസിലും അവൻ പ്രതിയാണ്. ഞാനും തപ്പാ സാറേ. സാറേ, അവൻ്റെ എന്തെങ്കിലും നമ്പറോ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്യാമോ? അറിയാം സാറേ, കരാട്ടെ രാജേഷ്. എങ്ങനെ നിനക്ക് ഇവനെ പരിചയം? ജയിലിൽ കിടന്നപ്പോഴുള്ള പരിചയമാണ് സാറേ. ഇവൻ എവിടുത്തുകാരനാണ്? ഞാൻ കൊച്ചിക്കാരനാണ് സാറേ. പണ്ട് ചെറുപ്പത്തിൽ നാട് വിട്ടു പോയി തിരുവനന്തപുരത്ത് സെറ്റിലായതാണ്. ഇടയ്ക്ക് കൊച്ചിയിൽ വന്ന് പണിയൊക്കെ അടുത്ത് തിരിച്ചു പോകുന്നുള്ള സീനാണ്. എടാ, ഇവനെ നമുക്കൊന്ന് എടുക്കണോ? നമ്മളെ ഇട്ടെന്ന് അറിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് വല കയറി സാറേ. നിനക്ക് കുഴപ്പമുണ്ടാവും സാറ് ചുമക്കാനുള്ള മൂടാണെങ്കിൽ നമ്മ പിള്ളേരെ വെച്ച് കറക്റ്റ് ചെയ്തെന്നുള്ളത് സാറേ. നിനക്കിപ്പോൾ എത്ര കേസുണ്ട്? 12 കേസുണ്ട് സാർ. സാറെന്ന് പറഞ്ഞതിന് ശേഷം നമ്മ സീനൊന്നും ഉണ്ടാക്കാണ്ട് അടങ്ങി പോങ്ങി കിടക്കുകയാണ് സാറേ. എന്താ
पागल है क्या? पागल है या फिर उसने शराबी पी है? നമ്മള് കൊറേ കണ്ടിട്ടുണ്ട് പോലീസിനെ. എന്തോ അവനെ ചവിട്ടി വണ്ടി കേട്ടോ സാറേ. 2 അറ്റാക്ക് കഴിഞ്ഞ കക്ഷിയാ. തൊട്ടാ തലയിലാവും. അതുകൊണ്ടാ ഞങ്ങളാരും ചെല്ലാത്ത. റിസ്ക് എടുക്കണോ? തലയിലാവും. കസ്റ്റഡി മരണം. तो हार्ट अटैक आने से पहले അവന് വേറൊരു മരുന്ന്. इसके पास में सबकी मेडिसिन है. क्या करेगा? മധു ആ ചോറിനങ്ങ് കുറച്ചടാ. इचिंग. अच्छा. ओहो. वो लगाएगा उसमें. എടാ എനിക്കൊരു ഷഡ്ഡിയിട്ട് നടന്നുണ്ട്. ഈ സ്ത്രീകളുടെ സാർ തല്ലിക്കോ. സാറിന്റെ സന്തോഷം എന്റെ സന്തോഷം. I don't mind. I don't mind. എന്തിനാ പോലീസിലാ എന്നാ കണ്ടോ? വാടാ ചൊറിയുന്നുണ്ട്. ഭയങ്കര ചോദിച്ചില്ലാണ് സാറേ. സാറേ ചോദിച്ചു സാറേ ഭയങ്കര. उसका चल रहा है ऐसे करके. മാന്തി കൊടു സാറേ. അയ്യോ സ്കൂളിലോട്ടുള്ള നടത്തവും. നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് ഷേർലി എന്നാണ് സാറേ. ഷേർലി ഇരിക്കും. കുമാർ. ഇവനാരാണ് കുമാർ? എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണ്? ഞങ്ങളുടെ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കണേണ്. അയാൾ ഇന്ന് തന്നെ വഴിയിൽ വെച്ചിട്ട് ഒറ്റ അടി അടിച്ചേക്കണ്. അവൻ വെറുതെ നിങ്ങളുടെ മുഖത്തടിച്ചാ? വെറുതെ അടിച്ചേക്കണം. നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം? ഇതിന് പോലെ പരിചയമുണ്ടോ? ഇല്ല, ഒരു ബന്ധവുമില്ല. ഓട്ടോയിൽ കയറാറുണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ കുറച്ചായിട്ട് കയറണില്ല. അതിന്റെ കലി തീർക്കണേണ്. എന്താണ് നിന്റെ പേര്? കുമാർ. വെറും കുമാറാണോ? വെറും കുമാർ സാർ. നീ ഇവിടെ തല്ലിയോ? തല്ലി സാർ. നല്ല മറുപടി. എന്തിനാണ് നീ തല്ലിയത്? ദേഷ്യം വന്നിട്ടാണ് സാർ. എന്തിനാണാവോ നിങ്ങൾക്ക് ദേഷ്യം? വിളിച്ചിട്ട് എടുത്തില്ല. വിളിച്ചിട്ടില്ലെങ്കിൽ തല്ലാൻ മാത്രം നിങ്ങൾ എന്ത് ബന്ധമാണുള്ളത്? ബന്ധുവില്ല സാറേ, ഞാൻ കല്യാണം കഴിച്ച് ഭർത്താവും പിള്ളേരുള്ളതാണ്. നിങ്ങളൊന്ന് പുറത്തേക്ക് തന്നെ, എനിക്കിവിടെ കുറച്ച് സംസാരിക്കാൻ. അവൻ്റെ സ്റ്റൈൽ ഇതൊക്കെ നോക്കി സാറ്. നീ എന്തിനാണ് അവിടെ തല്ലിയത്? വേറാളുടെ ഓട്ടോക്കകത്ത് കയറി പോണോണ്ടപ്പോ സങ്കടം സഹിച്ചില്ല. നിനക്ക് എന്ത് പ്രായമുണ്ട്? 16-ാം തീയതി വരുമ്പോ 46. 46-ാമത്തെ വയസ്സിലെ പ്രണയം. നിനക്കേ 2 കാര്യത്തിനാണ് തല്ല് വരേണ്ടത്. ഒന്ന്, ആ സ്ത്രീയെ പരസ്യമായി നീ കർണത്തടിച്ചു. 2, ഇതേപോലൊരു സാധനത്തിനെ നീ പ്രേമിച്ചു. ആ പെണ്ണുമുളെ കണ്ട് വിളി. അതെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പുള്ളിക്കെതിരെ ഒരു കേസ് എടുക്കട്ടെ? കേസൊന്നും വേണ്ട സാറേ. അല്ല, നിങ്ങളൊരു പരാതി എന്ന സ്ഥിതിക്ക് എന്താണ് ചെയ്യേണ്ടത്? അയാൾ എന്നെ ഉപദ്രവിക്കാതിരുന്നാ മതി. കേട്ടല്ലോ, ഇവര് കേസൊന്നും വേണ്ടെന്നാണ് പറയണത്. പക്ഷെ നീ ഇവരെ തല്ലിയ സ്ഥിതിക്ക് നിനക്ക് ഞാനൊരു സമ്മാനം ചെലവിന് കൊടുക്കാറുണ്ട്. വേണ്ട അരിയും വെളിച്ചെണ്ണയും പയറും പരിപ്പും അതെന്തിനാണ് സാറേ? എന്റെ കെട്ടിയോൻ ചത്തിട്ടില്ലല്ലോ. കെട്ടിക്കാരാളുടെ മോളുള്ളതാണ് എനിക്ക്. അവള് പറയണത് അറിയാമോ? മമ്മി കാരണം അവളുടെ ജീവിതം തൊലയരുതെന്ന്. ആ, അത് തന്നെയല്ലേ സാറേ. ഞാൻ ഈ ദുഷ്ടനോട് 1000 തവണ പറഞ്ഞതാണ് നിർത്താം, നമുക്ക് നിർത്താം, ഈ വിളിയും ചിരിയും ഒക്കെ നിർത്താന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒഴിഞ്ഞു പോവണ്ടേ സാറേ? വിളിയും ചിരിയൊക്കെ ഉണ്ട് സാറേ. വെറുതെ വന്നിനെ തല്ലേണ്ട ആവശ്യമില്ലല്ലോ. എന്റെ സാറേ, ഈ ശല്യം എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു ഒഴിവാക്കി താ സാറേ. കേട്ടല്ലോ,
അവൾക്ക് ഇനി നിന്നെ വേണ്ട. ഇനി ഇവളുടെ പിന്നാലെ നടന്ന് ഈ ശല്യപ്പെടുത്തിയെന്ന് ഉപദ്രവിച്ചതെങ്ങനെ ഞാൻ അറിഞ്ഞ ഇല്ല, ഞാൻ സാറ് പറഞ്ഞ അവളെ മറക്കാം. സാറ് അവളോട് പറഞ്ഞേക്കണം എന്നെ ഓർക്കരുത്. മിനി, ഇവനെ പേപ്പറിൽ എഴുതി മേടിക്കും ഇവിടെ ഉപദ്രവിക്കില്ലെന്ന് പറഞ്ഞത്. അവൻ്റെ നമ്പർ എഴുതി. നമ്പർ പറ. 9447146598. അയ്യോ സാറേ അതെന്റെ നമ്പറാണ്. സാറിന്റെ നമ്പർ ഞാൻ മിസ് കോൾ അടിക്കും. പിന്നെ എന്താ ചെയ്യണ്ട സാറേ? ഒന്ന് വിളിച്ചോണ്ട് പോണോ? പിന്നെ നമ്പർ പഠിപ്പിച്ചേരാം. നടക്കുന്നു. എന്തിനു പെണ്ണേ നിനക്കിന്നു പിണക്കം, നീ എന്റെ കരളല്ലേ മാറിൽ മയക്കം കനകാര ലോകനവാ